പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മാസങ്ങളാണ് റജബ്, അതിൽപ്പെട്ടതാണ്. ആ റജബോടുകൂടെ ആദരണീയമായ 2 മാസങ്ങൾ തുടർന്ന് വരികയാണ്. അഷ്റഫുൽ ഖൽഖ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് പിറക്കലോടുകൂടെ ചെയ്തിരുന്ന ദുആ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലഗനാ റമദാൻ. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തത് അതുവരെയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലഗനാ റമദാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം, റമദാനെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണം, ഞങ്ങളെ റമദാനിലേക്ക് എത്തിച്ചു തരണം. അതിനുശേഷം പിന്നെ ഉസ്താദുമാരും മഹാന്മാരൊക്കെ ദ്വാരക്കലുണ്ട്, മുഅ്മിനീങ്ങളൊക്കെ ദ്വാരക്കലുണ്ട്. അത് റസൂലുള്ളാഹി തങ്ങളുടെ ദുആയിൽ പെട്ടതല്ല എന്നും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ദ്വാരക്കുന്നതിന് കേടുണ്ട് എന്നല്ല, നമ്മൾ ദ്വാരക്കണം. റമദാൻ വന്നിട്ട് പിന്നെ എന്താ വേണ്ടിയത്? വെറും സമൂസയും പത്തക്കമ്മലും കൂടാതെ നോമ്പ് നോൽക്കണം, നിന്ന് നിസ്കരിക്കണം, തിലാവത്തിൽ ഖുർആൻ പാരായണത്തിന് സാധ്യമാകണം. ആ ഒരു പ്രത്യേകമായ തൗഫീഖിന് വേണ്ടിയിട്ട് ദ്വാരക്കാം. അല്ലാഹു നമുക്കൊക്കെ അനുഗ്രഹം നൽകുമാറാവട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായവർ അവർ പലരും മരിച്ചുപോയി. അല്ലാഹു അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ജാഹിലിയ്യ കാലത്തും റജബിന് വലിയ മഹത്വമുണ്ട്. റജബ് യുദ്ധം ഹറാമായ മാസമാണ്. യുദ്ധം ഹറാമായ എന്ന് പറഞ്ഞാൽ റജബില് വെടിയൊച്ച കേൾക്കൂല, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ. അതേപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലും അതുപോലെ തന്നെ ദുൽഖഅദ മാസത്തിലും പിന്നെ അതേപോലെ തന്നെ മുഹറം മാസത്തിലും 4 മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾ 12 മാസങ്ങളിൽ വളരെയേറെ പവിത്രതയുള്ളതായി ജാഹിലിയ്യ കാലം തന്നെ അതിന് ആ രൂപത്തിൽ ഒരു ബഹുമാനം നൽകുന്നുണ്ട്. ഖുതുബയിൽ പറഞ്ഞു, ഇസ്ലാം ഇസ്ലാം ഈ മാസങ്ങൾക്ക് വലിയ പോരിശയും നൽകിയിട്ടുണ്ട് എന്ന്. റജബ് പിറക്കലോടുകൂടെ നോമ്പനുഷ്ഠിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. പഴയ കാലത്ത് തന്നെ 96 നോമ്പ് നോൽക്കുന്നവർ. റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാലിലെ 6 അങ്ങനെ 96 നോൽക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ തൗഫീഖ് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. റജബിൽ ഇനിയിപ്പോ 96 ഒന്നും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും റജബിലെ പ്രധാനപ്പെട്ട തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചാൽ അതും വലിയ പുണ്യമാണ്. ഇനി അതിനൊന്നും സാധ്യമായില്ല, റജബിൽ നമ്മൾ നന്ദിപൂർവം നോമ്പനുഷ്ഠിക്കേണ്ട ഒരു ദിവസമാണ് 27-ന്റെ ദിവസം. അങ്ങനെ റജബ് മാസം സുന്നത്ത് നോമ്പിന് പറ്റിയ അവസരം. റജബ് മാസത്തിൽ പ്രത്യേകമായി ചൊല്ലേണ്ടുന്ന ഒരുപാട് ദിക്റുകളും ദുആകളും ഉണ്ട്. അതൊന്നും ഇപ്പൊ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും വാട്സപ്പിലും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് റജബിലെ ദുആവും ദിക്റൊക്കെ. ഈ SIR-ന്റെ കൂട്ടത്തിൽ, ഇലക്ഷന്റെ റിസൾട്ടിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ അതൊക്കെ ഒരു അരൂക്ക് നീക്കിയിട്ടുണ്ടാവും. എന്നാലും അതൊക്കെ ഒന്ന് പൊടി തട്ടി നോക്കുക. റജബിൽ ചൊല്ലാൻ പറഞ്ഞ ദിക്ർ ഏതാണ്? വളരെ മഹത്വമുള്ള ഒരുപാട് ദിക്ർ, കുറഞ്ഞ എണ്ണയുള്ളൂ. കുറഞ്ഞ എണ്ണം ചെല്ലാൻ പറഞ്ഞ 100 തവണ എണ്ണം ചെല്ലാൻ പറഞ്ഞ ആദ്യത്തെ 10-ന്, രണ്ടാമത്തെ 10-ന് 100 തവണ, മൂന്നാമത്തെ 10-ന്, അങ്ങനെ പ്രത്യേകമായ ദിക്ർ. റജബിന്റെ എല്ലാ പ്രഭാതത്തിലും രാവിലെ സമയങ്ങളിൽ ചെല്ലാൻ പറഞ്ഞ ദിക്ർ. റജബിലെ എല്ലാ ദിവസവും അസ്റിന്റെ ശേഷം ചെല്ലാൻ പറഞ്ഞ ദിക്ർ. ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിന്നാൽ തന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ കൂലി പടച്ചോമ്പാത്തുനിന്ന് കിട്ടും. അല്ലാഹു തൗഫീഖ് ഏറ്റി തരുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് കൂടുതൽ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരോട് എന്നോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു തആല നമുക്ക് തന്ന ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കണം. റമദാൻ നല്ല നിലക്ക് സ്വീകരിക്കാനാകണം. അതിന് റജബിൽ നല്ലോണം ആത്മീയമായി വളരണം, ശഅബാനിൽ നല്ലോണം വളരണം. അല്ലാഹു തആല വലിയ അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, കടുത്ത രോഗങ്ങളിൽ നിന്ന് നമുക്കൊക്കെ അല്ലാഹു തആല കാവല് നൽകുമാറാവട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരിച്ചു വിരിഞ്ഞ മുഅ്മിനുകൾ അവർക്കൊക്കെ അല്ലാഹു ബർസഖിയായ ജീവിതത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
ചെയ്യേ.